ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം കൊണ്ടുള്ള സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ നയൻതാര ചേച്ചിയുടെ ലാസ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, രണ്ടും മിക്സ് ആയുള്ളൊരു ഒരു ഇമോഷനായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. ചേച്ചി നയൻതാര ചേച്ചി പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും. കാരണം എനിക്ക് താരേച്ചിയാണ്, എൻ്റെ കസിൻ സിസ്റ്ററാണ്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതും ചേച്ചിയാണ്. എനിക്ക് ചേച്ചിയോട് അത്രയ്ക്ക് ഭയങ്കര ഒരു കണക്ഷനുണ്ട്. ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ ഇൻചാർജ് ചേച്ചി ഉണ്ടായിരുന്നില്ല. അനുചേച്ചിക്കാണെങ്കിൽ കാലൊടിഞ്ഞിട്ട് ചേച്ചി പോയേക്കുമായിരുന്നു. അപ്പോൾ ചേച്ചിനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അനുചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ചേച്ചിക്ക് ഈ ഒരു മൊമെൻറ്റ് കാണണ്ടല്ലോ, ചേച്ചിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ കരയണത് കാണണ്ടല്ലോ, ചേച്ചി ഭയങ്കര ഹാപ്പി ചെയ്തു കേട്ടോ. താരേച്ചിയാണെങ്കിൽ ഇവിടെ ഒരു 2 കൊല്ലത്തിനടുത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇവിടുത്തെ എല്ലാവരുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ചേച്ചിയാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള സീനിയർ സ്റ്റാഫായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് എല്ലാവർക്കും കേട്ടോ. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് ചെല്ലാൻ പറ്റുന്നൊരു ഹോപ്പാണത്. ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ താരേച്ചിയോടായിരിക്കും ഡൗട്ട് ചോദിക്കുന്നുണ്ടാവുക. കാരണം എൻ്റെ ചേച്ചീൻ്റെ എപ്പോഴും അടുത്തുള്ളതും താരേച്ചിയാണ്. പിന്നെ ഞങ്ങളങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. നല്ല കേക്കായിരുന്നു കേട്ടോ, അടിപൊളി കേക്കായിരുന്നു. റിസ്വാന മാം ആട്ടോ സെലക്ട് ചെയ്തത്. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് പിന്നെ അങ്ങോട്ട് ഒരു സങ്കടത്തിൻ്റെ ഒരു എന്താ പറയുക, ആ മൊമെൻ്റ് എനിക്കറിയില്ല ഇപ്പോഴും. ഞാൻ അതോടെ എൻ്റെ ഫേസ് എടുത്തിട്ടില്ല അവിടെ ആ സമയത്തുള്ള. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആ സമയത്ത്. ചേച്ചി ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് പോണത്. എനിക്കാണെങ്കിൽ ചേച്ചീനെ എപ്പോഴും കാണാം, എന്നിട്ട് പോലും എനിക്ക് സങ്കടം വന്നു. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകുമായിരിക്കും. എനിവേ അത് നമുക്കത് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഈ ഹോസ്പിറ്റലിലെ ചേച്ചിയുടെ ലാസ്റ്റ് ഡ്യൂട്ടി പഞ്ച് ഔട്ടിന് വേണ്ടി ചേച്ചി പോവുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ പോയിട്ടോ. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ചേച്ചി പോവുകയാണ്. ഇനി ഹസ്ബൻഡ് കൂടെ ബാംഗ്ലൂർ ആണ് വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചേച്ചി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.